റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. നിങ്ങൾ ഇരിക്കേണ്ടവർ, പുറത്തുനിന്ന് ഡൈനിങ് റൂമിൽ ഇരിക്കുന്നവർ, കയറുന്നവർ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ശബ്ദമുയർത്തി ഈ ഭാഗം ഒന്ന് വായിക്കണമേ. റോമാലേഖനം 8-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മതി, വായിച്ചു. അടുത്തതും കൂടെ വായിച്ചു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? മതി മോനെ, അവിടെ വരെ മതി. വളരെ സുപരിചിതമായ റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറയുമ്പോഴേ നമുക്കൊരു സന്തോഷമുണ്ട്. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ 1-ാം വാക്യമാണ് അല്ലേ? 1-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒന്ന് കരം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 2 ചോദ്യമാണ്. ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ചങ്കത്ത് കൈവച്ച് പറയണം. ചങ്കത്ത്. ആരും പ്രസാദിപ്പിക്കുവാനല്ല, സ്വർഗീയ ശിക്ഷകളൊന്നുമല്ല, ഭൂമിയിൽ ഒരു കുറവുമില്ല, എല്ലാം കൊണ്ടും ഐ ആം ഹാപ്പി എന്ന് പറയുന്നവരൊന്ന് കര ഉയർത്താവോ? ഒരാൾ ഉയർത്തി. അവൻ ഉയർത്തിയിട്ട് പെട്ടെന്ന് താത്തു. അടുത്തത് പാസ്റ്ററാണ്. ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 2-ാമത്തേത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വിളിക്കപ്പെട്ട നമ്മൾക്ക് എല്ലാം നന്മയ്ക്കായിട്ട് തന്നെയാണ് കൂടി വ്യാപരിക്കുന്നത്. അത് ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാമോ? അപ്പം നിങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അടുത്ത് എല്ലാം നന്മയ്ക്കൊന്നുമല്ല വരുന്നത്, തിന്മയും വരാറുണ്ട്. പക്ഷെങ്കിൽ ഇതിനെ ഒരു ഹെവൻലി റലത്തിൽ നമ്മൾ ഇതിനെ കാണണമേ. ഒരു സ്വർഗീയ ദർശനത്തിൽ ഈ വാക്യങ്ങളെ കാണണമേ. സ്വർഗീയ ദർശനത്തിൽ അല്ലെങ്കിൽ ഹെവൻലി ആസ്പെക്ട്സിൽ കാണുമ്പോൾ ഇപ്പോൾ ക്രിസ്തയേശുവിലായിരിക്കുന്ന എനിക്ക് ഇനി നരകമില്ല. ഞാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദല. ശത്രുവിന് എൻ്റെ നേരെ ഒരു പദ്ധതിയും ഒരുക്കാൻ കഴിയത്തില്ല. എന്തിൻ്റെ മേല? എൻ്റെ വീണ്ടെടുപ്പിൻ്റെ മേൽ, എൻ്റെ നിത്യതയുടെ മേൽ ഇപ്പോൾ ക്രിസ്തയേശുവിൽ ഞാനായിരിക്കുന്നു. അടുത്തത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണെന്ന് നമ്മൾ സ്തോത്രം ചെയ്തു പറയണം. ചിലപ്പോൾ തിന്മയായിരിക്കും, ചിലപ്പോൾ അത് ഭയങ്കരകരമായിരിക്കും. പക്ഷെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ പറയണം, ഇതിൻ്റെ പിൻപിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. ഇതിനകത്ത് ദൈവത്തിൻ്റെ കരം ഇറങ്ങും. ഇതിലൂടെ ദൈവം ചില കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കും. ഇതിലൂടെ ഞാൻ പ്രാപിക്കുന്ന ആ ഒരു അനുഗ്രഹം അനേകരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു സാക്ഷ്യമായി തീരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴനുഭവിക്കുന്ന ഉപദ്രവങ്ങളെ ഓർത്ത് ഒന്ന് കരമുയർത്തി ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് നഷ്ടത്തിനാകാം, ചിലപ്പോൾ ഛേദനത്തിനാകാം. പക്ഷെങ്കിൽ ഞങ്ങൾ ഒന്നറിയുന്നു, ഞങ്ങളെ വീണ്ടെടുത്തവന് ഞങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഭയങ്കര പ്രയാസത്തിലാണല്ലോ അല്ലേ,
ഭയങ്കര ദുഃഖത്തിലാണല്ലോ. എന്നോട് സത്യത്തിൽ പിന്നെ അധികം ആരും ദുഃഖം പറയാറില്ല. പറഞ്ഞാൽ നൈറ്റ് പ്രേയറിൽ വരാൻ പറയും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. സ്തോത്രം. ബുദ്ധിമുട്ടുകളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് നികത്താനുണ്ട്, അല്ലേ? നമ്മൾ വിചാരിച്ച നിലയിൽ ചിലപ്പോൾ നമ്മൾ ആദ്യകാലങ്ങളിൽ ഗൾഫിന് പോകാൻ ശ്രമിച്ചവരുണ്ടായിരിക്കാം, ചിലപ്പോൾ അമേരിക്കയ്ക്ക് പോകാൻ ശ്രമിച്ചവരുണ്ടായിരിക്കാം, ചിലപ്പോൾ ഓസ്ട്രേലിയക്ക് പോകാൻ ശ്രമിച്ചവരുണ്ടായിരിക്കാം, കാനഡയ്ക്ക് പോകാൻ ശ്രമിച്ചവരുണ്ടായിരിക്കാം, ന്യൂസിലൻഡിന് പോകാൻ വഴി അടയപ്പെട്ടു. അപ്പം നമ്മൾ ചിന്തിച്ചു തീർന്നു, അല്ലേ? പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെ UK യുണൈറ്റഡ് കിങ്ഡത്തിലെത്തിക്കുക. അപ്പോൾ ദൈവ പദ്ധതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ മാനുഷികമായിട്ട് എന്തെല്ലാം ശ്രമിച്ചാലും ദൈവ പദ്ധതിയെ തകർക്കാൻ കർത്താവ് അനുവദിക്കുന്നില്ല. ദൈവ പദ്ധതിക്കോ ദൈവം കൂട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ചിലതൊക്കെ ഒന്ന് പ്രാപിക്കാൻ കഴിയും. ഞാൻ പക്ഷെങ്കിൽ അതിലേക്ക് കൂടുതൽ കയറുന്നില്ല. പക്ഷെ നമ്മൾ പറയണം, കർത്താവേ, അങ്ങ് ഈ സെപ്റ്റംബർ 22-ാം തീയതിയും എന്നെ ഈ രാജ്യത്ത് നിർത്തിയിരിക്കുന്നത് അങ്ങയുടെ സ്വർഗീയ പദ്ധതിയാകിയാൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു എന്ന് പറയുന്നവർ നിങ്ങളുടെ ഇരു കരങ്ങളെയും തട്ടിക്കൊണ്ട് ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്ത്, ദൈവിക പദ്ധതിയിൽ ഇന്ന് പകലിലും എന്നെ നിർത്തിയിരിക്കുന്നതോർത്ത് ഞാൻ എൻ്റെ ആത്മമണവാളനായ എൻ്റെ യേശുവിനെ ഞാൻ അതരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. സ്തോത്രം. നമ്മളായിരിക്കുന്നത് ഒരു പദ്ധതിയിലാണ്. ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാ. എന്തിനാ? ഭൂലോകത്തെമ്പാടും പോയി സത്യസുവിശേഷത്തെ ലജ്ജ കൂടാതെ നമ്മൾ പറയണം. ചിലപ്പോൾ അത് പ്രസംഗ ഭാഷയിലായിരിക്കാം, ചിലപ്പോൾ അത് കൃപാവരത്തിലായിരിക്കാം, ചിലപ്പോൾ അത് സംഗീതത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ അത് പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം. ദൈവം നൽകിയിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വക്താക്കന്മാരാ. അതോർത്ത് ഒന്നുകൂടെ സ്തോത്രം ചെയ്തേ. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥന ബൈബിളിലെ ഏതാണെന്ന് നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോരുത്തർക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷകൾക്കനുസരിച്ചാണ്. ഇപ്പോൾ ഒരു പ്രവാചകനായിരിക്കുന്ന നമ്മുടെ ബ്രൈറ്റ് വാസനോട് ചോദിച്ചാൽ പറയും, ബൈബിളിലെ ഏറ്റവും നല്ല പ്രോഫസി ഏതാണെന്നാണ് താൻ ചിന്തിക്കുന്നത്, അല്ലേ? ഏറ്റവും അത്യുത്തമപരമായ പ്രോഫസി എവിടെയാണ് നടന്നത്? സോണിച്ചാനോട് ചോദിക്കും, ആസാഫിൻ്റെ ഗാനങ്ങളാണോ, അതോ മോശയുടെ ഗാനങ്ങളാണോ, അതോ ദാവീദിൻ്റെ ഗാനങ്ങളാണോ, അതോ താൻ എഴുതിയ ഗാനങ്ങളാണോ, താൻ എഴുതാൻ പോണ ഗാനങ്ങളാണോ, പാടിയതാണോ, പാടാനിരിക്കുന്നതാണോ ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുക. സ്തോത്രം. ശുശ്രൂഷ. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് പ്രാർത്ഥന, ഏറ്റവും നല്ല പ്രാർത്ഥന, ഈടുറ്റ പ്രാർത്ഥന ഏതാ? ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത് ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന ഏതാന്ന്. കുഴപ്പിച്ച് എന്നെ തന്നെ. ഞാനൊരു യാത്രയിലായിരുന്നു, 2-3 മണിക്കൂറുള്ള ഒരു ട്രാവലിങ്, ഞാൻ ഒറ്റയ്ക്കാണ്. ഇപ്പം ഞാൻ ചിന്തിച്ചു ഇപ്പം റെഫർ ചെയ്യാനൊന്നും ഒരു രക്ഷയില്ല, കാര്യം ഞാൻ ഡ്രൈവ് ചെയ്യുമല്ലേ. ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥന ഏതാ? അപ്പം കർത്താവ് എന്നോട് പറയാ, ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന നീ പറ. സ്തോത്രം. 2 ചിന്തകൾ എന്നെ വല്ലാതെ ഭ്രമിപ്പിച്ച് കളഞ്ഞു. ഏറ്റവും നല്ല പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ഒരു പക്ഷെങ്കിൽ നമ്മുടെ ചിന്തയിലൂടെ വരും എബേസിൻ്റെ പ്രാർത്ഥന. എല്ലാ ദൈവമക്കൾക്കും അറിയാം, അല്ലേ? എന്തുവാ? അനർത്ഥം നീ എന്നെ വിശാലമായിട്ട് അനുഗ്രഹിക്കണം, അനർത്ഥം എൻ്റെ ജീവിതത്തിൽ വ്യസനകരമായി തീരാതെ വണ്ണം നിൻ്റെ കരം എന്നോട് കൂടി ഇരിക്കണം. ഇങ്ങനെയുള്ള പ്രാർത്ഥന എബേസിൻ്റെ പ്രാർത്ഥന. അത് നമ്മളങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെങ്കിൽ ദൈവമക്കളെ, അതിനേക്കാളൊക്കെ ഉപരിയായി എന്നെ ചിന്തിപ്പിച്ച ഒരു പ്രാർത്ഥന ഗെത്സമനയിലെ യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. നോട്ട് മൈ വിൽ, നോട്ട് മൈ വിൽ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. യേശു മനുഷ്യനായിട്ട് നിന്ന് ഇഷ്ടം പറഞ്ഞിട്ട് പറയുകയാണ്, നോ, നിൻ്റെ ഇഷ്ടം, നിൻ്റെ ഇഷ്ടമായിരിക്കണം. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ കഴിയും? കർത്താവേ, അങ്ങയുടെ ഇഷ്ടമായിരിക്കണം. ദൈവിക ഇഷ്ടത്തിൽ നമ്മൾ നടക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരിക്കലും നമുക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. പരാജയപ്പെട്ടൊക്കെ പോകും,
ചിലപ്പോൾ വീണുപോയെന്നൊക്കെ ഇരിക്കും. പക്ഷേ നിലംപരിശാകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നിലംപരിശാകാൻ, അതാ പറഞ്ഞത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിൽ രോഗമാകാം, ദുഃഖമാകാം, ഒറ്റപ്പെടലാകാം, വലിയ പ്രതിസന്ധികളാകാം. വിളിക്കപ്പെട്ടിട്ടുണ്ടോ? അത് നിർണയപ്രകാരമാണോ? എന്നാൽ ഞങ്ങളൊന്ന് ആത്മാവിൽ വിളിച്ചു പറയും, ഇതെല്ലാം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ തളരുകയില്ല, അതുകൊണ്ട് ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല, ഞാൻ വീണാലും ഞാൻ തകരുകയില്ല, ഞാൻ എഴുന്നേൽക്കുക തന്നെ ചെയ്യും. സ്തോത്രം. രണ്ടാമത് എന്നെ ചിന്തിപ്പിച്ചത് ആദ്യത്തെ പ്രാർത്ഥന ബൈബിള് റെഫർ ചെയ്യാൻ പോലും സാഹചര്യമില്ല, ഓടിക്കുവാണല്ലോ. എൻ്റെ ചിന്തയിൽ ആദ്യത്തെ പ്രാർത്ഥന ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ കാണും. പക്ഷേ അതിൽ ദൈവമക്കളെ ഞാൻ കണ്ടപ്പോൾ പ്രാർത്ഥന ആരാധന എന്നുള്ള നിലയിൽ ആ കാലത്തിൽ യഹോവയുടെ നാമത്തിൽ ആരാധന ആരംഭിച്ചു ശേത്തിനോടുള്ള ബന്ധത്തിൽ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ. പക്ഷെങ്കിൽ പ്രാർത്ഥനയുടെ പദങ്ങളൊന്നും അവിടെ കാണുന്നില്ല. പ്രാർത്ഥനയുടെ പദങ്ങളില്ലാത്ത പ്രാർത്ഥനയാണ്. ആരാധന എപ്പോഴും പ്രാർത്ഥനയോട് കൂടിയാണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഉൽപ്പത്തി ഓരോരോ പേജുകൾ മറിഞ്ഞ് വന്നപ്പോൾ 14-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പ്രാർത്ഥന അബ്രഹാം ലോത്തിൻ്റെ പട്ടണമായിരിക്കുന്ന സോദോമിനും ഗോമോറയ്ക്കും അവിടെ സംഭവിക്കുവാൻ പോകുന്ന അനർത്ഥത്തെ, ദൈവത്തിൻ്റെ ന്യായവിധിയെ കേട്ട അബ്രഹാം സോദോമിനും ഗോമോറയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ബൈബിളിലെ ആദ്യത്തെ പ്രാർത്ഥന എന്നുള്ള നിലയിൽ പ്രാർത്ഥനാ പദങ്ങളാലും വാക്കുകളാലും എഴുതിയിരിക്കുന്ന പ്രാർത്ഥന. അപ്പോൾ എന്നെ അടുത്ത് ചിന്തിപ്പിച്ചു, ഈ പ്രാർത്ഥന സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുമുള്ളതല്ല. ഇത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സോദോമിനെ ഓർത്ത് അല്ലെങ്കിൽ ചാരമായി പോകുന്ന ഗോമോറയെ ഓർത്ത് അബ്രഹാം പ്രാർത്ഥിച്ചത് ദേശത്തോടുള്ള സന്തോഷം കൊണ്ടാണോ? ദേശത്തെ സ്നേഹിച്ചതും കൊണ്ടാണോ? ആണോ? നിങ്ങളൊക്കെ ഇരിപ്പ് കണ്ടാൽ നിങ്ങളുടെ ഉള്ളിലുള്ളത് തന്നെയാണ് ബൈബിളിൽ ആദ്യത്തെ പ്രാർത്ഥന. നിങ്ങളുടെ ഉള്ളിലുള്ളത് തന്നെയാണ് ഏറ്റവും ദൃഢകരമായ പ്രാർത്ഥന. എന്നാലെങ്കിലും എന്നോടൊന്ന് ശ്രദ്ധിക്കുക. സോദോമിനെയും ഗോമോറയെയും നശിപ്പിക്കാൻ ദൈവം പ്ലാൻ ഇട്ടപ്പോൾ അബ്രഹാം പ്രാർത്ഥിച്ചത് സോദോമിനും ഗോമോറയ്ക്കും വേണ്ടിയിട്ടും കൂടി ആണെങ്കിലും തൻ്റെ സഹോദരൻ്റെ പുത്രനായിരിക്കുന്ന ലോത്തും കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. താൻ ലോത്തിനും കുടുംബത്തിനും വേണ്ടിയിട്ടും അണച്ച പ്രാർത്ഥന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായി പ്രാർത്ഥനാ പദങ്ങളാൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. അങ്ങനെയാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ നടക്കപ്പെടുന്ന സംഭവങ്ങൾ എന്താ? സ്തോത്രം. 2 നിലകളിലെ മെസ്സേജ് 3 ഭാഗമായിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭാഗം എന്ന് പറയുന്നുള്ളൂ. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒന്ന് വായിക്കാം, ഒരു വാക്യം വായിക്കാമേ നമുക്ക്. 1 തിമോത്തി 2:15. ഫസ്റ്റ് തിമോത്തി 2:15 ആണോ? അത് തന്നെയാണോ? വായിച്ചേ. ആ വായിച്ചോ. ആ അതല്ല ഞാൻ ഉദ്ദേശിച്ച വാക്യം. എന്നാൽ അങ്ങനെയല്ല. സ്വർഗത്തിന് കീഴെ അല്ലെങ്കിൽ സ്വർഗത്തിനും അല്ലെങ്കിൽ ദൈവത്തിനും മനുഷ്യർക്കും ഒരേ ഒരു മധ്യസ്ഥൻ, അത് യേശു ക്രിസ്തു ആണെന്ന് 2:5. വായിച്ചോ. അതാണ് ആ വാക്യം. 2:5 ഞാൻ എഴുതിയപ്പം തെറ്റിപ്പോയതാ. നമ്മൾ വായിച്ച ഭാഗം, നമ്മൾ കേട്ട ഭാഗം എന്താ? ഇനി അതിലേക്കൊന്ന് മടങ്ങി വന്നേ. പുസ്തകമൊക്കെ നിർത്തിക്കോ വായന, അതല്ല അവിടെ ഉള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ
അബ്രഹാം പ്രാർത്ഥിച്ചത് സോദോമിന് വേണ്ടിയിട്ടാണെങ്കിലും ഗോമേറയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും പ്രാർത്ഥിച്ചത് ലോത്തിനും തൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. നമ്മൾ അതിനെ ആ അക്ഷരീക ഭാഷയിൽ വായിച്ചാൽ സോദോമും ഗോമേറയും നശിക്കപ്പെട്ടല്ലോ, അപ്പോൾ അബ്രഹാമിൻ്റെ പ്രാർത്ഥന എത്തപ്പെട്ടില്ല എന്നുള്ളൊരു ചിന്ത വരും. അപ്പം നമ്മൾ ഇതിങ്ങനെ കണ്ടുപോകണം. അബ്രഹാം പ്രാർത്ഥിച്ചത് തൻ്റെ സഹോദരപുത്രൻ പാർക്കുന്നത് കൊണ്ട് അവിടത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അവൻ്റെ പുത്രസമ്പത്തെ അല്ല പുത്രി സമ്പത്തെ മൃഗസമ്പത്തെ തൻ്റെ കൂടെയുള്ളവരൊന്നും നശിച്ചു പോകരുത്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പഴയ നിയമത്തിലെ ആദ്യത്തെ പ്രാർത്ഥനയായി തന്നെ അതിനെ കാണാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അല്പം വ്യത്യസ്തമാണ്. ഇവിടെ പറയുകയാണ്, ദൈവത്തിനും മനുഷ്യർക്കും ഒരേ ഒരു മധ്യസ്ഥൻ, അത് യേശു കർത്താവാണ്. അത് യേശു കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. പ്രാർത്ഥനയുടെ നിലകൾ പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെ നടക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് കേൾക്കുന്ന വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഒന്നുകൂടെ കരമുയർത്തി സ്തോത്രം ചെയ്തേ. അപ്പം അബ്രഹാം പ്രാർത്ഥിച്ചു, സോദോമും ഗോമേറയും വിടുവിക്കപ്പെട്ടില്ലെങ്കിലും അബ്രഹാമിൻ്റെ ഉള്ളങ്ങളിൽ ലോത്ത് വിടുവിക്കപ്പെടണമായിരുന്നു. ലോത്ത് വിടുവിക്കപ്പെടുക തന്നെ ചെയ്തു. ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് ലോത്ത് മുൻപോട്ട് കാല് വെച്ചപ്പോൾ ലോത്ത് വിടുവിക്കപ്പെട്ടു. എന്നിട്ടും സംശയത്താൽ തിരിഞ്ഞു നോക്കിയ ലോത്തിന്റെ മിസസ് ലോത്ത് ഉപ്പുതൂണായി തീർന്നു. അബ്രഹാമിൻ്റെ പ്രാർത്ഥന തൻ്റെ രക്തത്തിൽ നിന്നുള്ള രക്തവും തൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമായിരിക്കുന്ന ലോത്ത് വിടുവിക്കപ്പെടണമെന്നുള്ളതായിരുന്നു. തൻ്റെ പുത്രിമാർ വിടുവിക്കപ്പെടണമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥന ഫലിച്ചെങ്കിൽ ഇവിടെ തിമോത്തിയുടെ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷിപ്പാൻ ഒരേ ഒരു നാമം, അത് നമ്മുടെ നസ്രയനായ യേശുവിൻ്റെ നാമമാണ്. പദങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണമേ. അപ്പം യേശു എന്താ? നമ്മളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന മധ്യസ്ഥൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാതെ നമ്മുടെ പ്രാർത്ഥനകളൊന്നും പിതാവിൻ്റെ സന്നിധിയിൽ എത്തത്തില്ല. നമ്മുടെ പ്രാർത്ഥനകളൊന്നും നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല എങ്കിൽ ചോദിപ്പീൻ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. യേശു പഠിപ്പിക്കുക പ്രാർത്ഥന. ഇന്ന് വരെ നിങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം ഞാൻ അറിയാം, പക്ഷെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇന്ന് മുതൽ പ്രാർത്ഥിപ്പീൻ. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വിധം അവൻ അത് നൽകും. എന്നിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിപ്പീൻ. ആദ്യത്തെ പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പഠിപ്പിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേന്ന് പഠിപ്പിച്ച കർത്താവ് ആ പ്രാർത്ഥനയാണ് മുഴുവനൊന്ന് മാറ്റിയിട്ട് യേശു കർത്താവിൻ്റെ മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. പുറകെ ഇരിക്കുന്നവരൊന്ന് കര ഉയർത്തി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തേ. അപ്പം യേശു ആണ് നമ്മുടെ പ്രാർത്ഥനകളുടെ മധ്യസ്ഥൻ. യേശു മുഖാന്തരമല്ലാതെ ഒരു പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, മോനെ 1:12 വായിച്ചേ. കൊലോസ്യർ 1:12. ആ ആ ആ ആ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലാണ് നമ്മള്. സ്നേഹസമ്പൂർണനായ യേശുവിന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കിയിരിക്കുകയാണ്. ആ നമ്മൾ സന്തോഷത്തോടെ പറയണം, കർത്താവേ, യേശു അപ്പാ, യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനകളുടെയും മധ്യസ്ഥ സ്ഥാനം വഹിച്ച് അങ്ങ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കായി സ്തോത്രം. എന്നാൽ ഇന്ന് ഞങ്ങൾ ഒന്നും കൂടി അറിയുന്നു. നമ്മൾ പാസ്റ്ററോട് ചോദിച്ചാൽ അറിയാം, പാസ്റ്ററെ മധ്യസ്ഥതയ്ക്ക് പാസ്റ്റർ പോയിട്ടുണ്ടോ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കല്ല. ഞാൻ ഒത്തിരി പോണു. ഇന്ന് ഉച്ച കഴിഞ്ഞും ഞാനും പ്രിയ ജിക്സനും പോണില്ലേ ഒരു സ്ഥലം വരെ? ഉണ്ട്. മധ്യസ്ഥതയ്ക്ക് പോണതാ, മധ്യസ്ഥത നടത്താൻ പോവുക. അപ്പം മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ അതവരുടെ പ്രാർത്ഥനയുടെ ഒരു അടുത്ത ഒരു റലം ഓപ്പൺ ആക്കിയിട്ട് ഇന്ന് പോകാൻ കഴിയുള്ളൂ. മധ്യസ്ഥത എന്നെ പലരും ഫാമിലീസ് വിളിക്കാറുണ്ട്. ഞാനും എൻ്റെ വൈഫും കൂടെ പോയി മധ്യസ്ഥത. പാസ്റ്റർ പോയിട്ടുണ്ടായിരിക്കാം, ദൈവദാസന്മാർ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ പറയും ഞങ്ങൾ പോയിട്ടില്ല. എന്നാൽ ഞാൻ പറയട്ടെ, വീട്ടിൽ കുഞ്ഞുങ്ങൾ വഴക്ക് പിടിക്കാറുണ്ട്.
എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 ആമ്പിള്ളാരായിരുന്നു. 4 ആമ്പിള്ളാർ, ഞാൻ രണ്ടാമൻ. 4 ആമ്പിള്ളാരുടെ കൂടെ അടി വെക്കുമ്പോൾ ഉണ്ടല്ലോ, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്നറിയോ, ഈ അടുക്കളയിലൊക്കെ ചെന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നവരെയാണ് അല്ലേ. ഞാൻ നല്ല കുക്കായത് അങ്ങനെയാണ്, സ്തോത്രം. അപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അമ്മ മധ്യസ്ഥ സ്ഥാനമാണെങ്കിലും നമ്മളോടൊരു ചെറിയ ഫേവറൊക്കെ കാണിക്കും. അമ്മമാർ വില്ലാളി വീരന്മാരായി നിൽക്കുക, അതിൻ്റെ ഉള്ളിലോട്ട് ഇന്ന് പെടണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ന്യായമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജിബിനെ അവിടെ, മമ്മി മധ്യസ്ഥ സ്ഥാനമാണോ വഹിച്ചതെന്ന്. കര ഉയർത്തി സ്തോത്രം ചെയ്യാമോ? അപ്പം മധ്യസ്ഥത വഹിക്കുകയാണെങ്കിൽ 2 പേരും തുല്യ കുറ്റം ചെയ്തവരായിരിക്കണം, അല്ലെങ്കിൽ 2 പേരും നിരപരാധികളായിരിക്കണം, അല്ലേ? ആണോ? അപ്പൊ സ്നേഹസമ്പൂർണനായ പിതാവ് യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചപ്പോൾ നമ്മൾ പാപരഹിതരായി തീർന്നിരിക്കുകയാണ്. നിങ്ങളുടെ പിതാവ് വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ, വിശുദ്ധന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിപ്പീൻ. നമ്മൾ വിശുദ്ധ ഗണത്തിലുള്ളവരാ, വിശുദ്ധന്മാരാ, വിശുദ്ധമതികളാ. അതൊക്കെ ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്തു ഒന്നും കൂടെ. അപ്പം നമ്മൾ 2 പേര് വഴക്ക് പിടിക്കുക ഈ ചർച്ചിൽ കിടന്ന്. ഞാനും ജോസച്ചാനും ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ഇരിക്കുക. ദൂത് പറയാൻ പോവാ, അവിടെ കണ്ണടച്ചിരിക്കണം, സെറ്റപ്പാ. ഞങ്ങൾ തമ്മിൽ വഴക്ക് പിടിച്ചു. ഷൈനിയെ മധ്യസ്ഥതയ്ക്ക് വിളിക്കുവോ? അച്ഛാ വിളിക്കുവോ? അച്ഛൻ പറയും ഒരിക്കലും ഇല്ലെന്ന് പറയും. ഞാൻ സുജയെ വിളിക്കുവോ? ഞാൻ പറയും ഒരിക്കലുമില്ല. അപ്പം മധ്യസ്ഥതയ്ക്ക് വരുന്ന വ്യക്തിക്ക് ചില ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം, അല്ലേ? ആണോ ലാജി ആൻറ്റി? മധ്യസ്ഥ സ്ഥാനം വഹിക്കുന്ന വ്യക്തിക്ക് ചില ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ പാസ്റ്റർമാരെ വിളിക്കും. അവരുടെ സഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവപുരുഷൻ എന്നുള്ള നിലയിൽ 2 വ്യക്തികൾ തമ്മിൽ വഴക്കടിച്ചാൽ പാസ്റ്ററോട് പറയും, പാസ്റ്ററെ ഞാനും തോമസുമായിട്ട് വഴക്ക് പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വിഷയത്തിൽ പാസ്റ്റർ പറയണം. പാസ്റ്റർക്ക് ഇത് കേൾക്കുമ്പോഴേ പേടിയാണ്, 2 മോശമല്ലെന്നറിയാം. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്ക്, അങ്ങനെ പോയിട്ട് ഒരു പാസ്റ്റർ ഒരു വ്യക്തിയുടെ ഭാഗം ന്യായമെന്നറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവൻ അന്യായം ചെയ്തിട്ടുണ്ടെന്നറിഞ്ഞിട്ടോ ആ വ്യക്തിയുടെ സൈഡ് പിടിച്ചാലോ? ഈ മൂകതയായിരിക്കുമോ തോമസിനെ വിളിച്ചിട്ട് പാസ്റ്റർ എഴുന്നേക്കാൻ പറയും. പാസ്റ്ററിനെ ആരാ ഫോൺ ചെയ്തത്? ഞാൻ. പാസ്റ്റർ വന്നിട്ട് എന്നിട്ട് സാബുവിൻ്റെ സൈഡ് നിൽക്കുന്നു. ഇത് ന്യായമാണോ? ഇത് ന്യായമാണോ? അടുത്ത ഒരു പദം തോമസ് പറയും, പാസ്റ്റർ വന്നിട്ട് അവൻ്റെ പക്ഷം പിടിച്ച് സംസാരിച്ചത് ഞാൻ ഒരിക്കലും മറക്കത്തില്ലെന്ന്. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. മധ്യസ്ഥത അണയ്ക്കണമെങ്കിൽ 2 പേരും ഒരുപോലെ ഉള്ളവരായിരിക്കണമേ. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം വെച്ച് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അളക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെറിയ 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 കുറ്റങ്ങളൊക്കെ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പദമാണ്, കർത്താവേ നീ എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കണമെന്നല്ല, നീ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണമേ. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ളത് 2 വ്യക്തികളെ തമ്മിൽ നിന്ന് ഒരു ന്യായവും കൽപ്പിക്കാൻ കഴിയത്തില്ല, 2 പേരെയും പിണക്കാൻ കഴിയത്തില്ല. പക്ഷെ പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രശ്നത്തിൽ ചെന്ന് അകപ്പെട്ടെങ്കിലും എനിക്ക് വേണ്ടി സൈഡ് പിടിച്ച് സംസാരിക്കുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങളുടെ പാപങ്ങളെ കർത്താവ് കഴുകി വെളുപ്പിച്ച് ഹിമത്തേക്കാളാക്കി വെച്ചെങ്കിലും
മോശയുടെ ശരീരത്തിന് അല്ലെങ്കിൽ മോശയുടെ ആത്മാവിന് വേണ്ടി വാദിച്ച നാണമില്ലാത്ത പിശാച് ബിജുവിൻ്റെ ആത്മാവിന് വേണ്ടിയും വാദിക്കുമ്പോൾ ദൈവം തമ്പുരാൻ പറയും, മാറ്. നമ്മളെ വീണ്ടെടുത്ത ദൈവം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിന് 5-ാം വാക്യം വായിച്ചട്ടെ. പ്രാർത്ഥിച്ച് വേഗത്തിൽ നിർത്താം. മതി. പക്ഷപാതം പിടിച്ചുള്ള പ്രാർത്ഥനയാണ്. എന്നാന്നറിയാമോ? ഒരാളെ, പത്രോസിനെ യഹൂദന്മാരുടെ കൾച്ചറിലും അവരറിഞ്ഞിരിക്കുന്ന സത്യത്തിനും വിരോധമായി യേശുക്രിസ്തു ദൈവമാണെന്ന് പ്രസംഗിച്ചപ്പോൾ അവർ പിടിച്ചകത്തിട്ടിരിക്കുകയാണ്. ഞാനല്ലാതെ ഒരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്, ജീസസ് ഈസ് ദ ലോർഡ് എന്ന് പ്രസംഗിച്ചു പത്രോസ് അകത്ത്. സഭ പത്രോസിന് വേണ്ടി ശക്തമായ നിലയിൽ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പക്ഷപാതം പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ദൈവം തമ്പുരാൻ അങ്ങ് കേട്ടു. പത്രോസ് ഇറങ്ങിയത് എന്നാണെന്ന് ഇന്ന് പത്രോസിനോട് ചോദിച്ചാൽ പോലും പത്രോസിന് ഇത് പറയാൻ അറിയത്തില്ല. ദൈവം എന്നെ ഇറക്കി എന്നുള്ള ഒരു സാക്ഷ്യമാണ്. അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. മതി. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ സദാകാലവും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ പുസ്തകം ഒന്ന് മടക്കിക്കുക. ഞാൻ പറഞ്ഞ് നിർത്താം. 1-2 കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അങ്ങ് നിർത്താം. നമ്മുടെ സമയത്തെ നമുക്ക് മാനിക്കണം. നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, എല്ലാവരും എന്നെ നോക്കിയാട്ടെ. എല്ലാവരും പുസ്തകമൊക്കെ ഇത് മാറ്റി വെച്ചിട്ട് ഒന്ന് നോക്കിക്കേ. എന്നിട്ട് പറ, കർത്താവേ, ഞങ്ങൾ തിമോത്തിയുടെ ലേഖനത്തിൽ വായിച്ചു, ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥൻ. കർത്താവേ, അങ്ങനെയാണെങ്കിൽ പലപ്പോഴും ഞങ്ങൾ കുറവുള്ളവരാ, പലപ്പോഴും ഞങ്ങൾ കുറ്റമാരോപിക്കപ്പെട്ടവരാ, പലപ്പോഴും ഞങ്ങൾ വീണു പോകാറുണ്ട്. കർത്താവേ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണമേ. ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ മനഃപൂർവമായിട്ട് ഈ മലയാള പദം ഇടണമേ. എന്നതാ? നീ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് എൻ്റെ സൈഡ് പിടിക്കുക. ഞാൻ തെറ്റോ ശരിയോ ആണെന്നുള്ളതല്ല അവിടെ വിഷയം. നീ എനിക്ക് വേണ്ടി പക്ഷപാതം പിടിക്കുക. സ്തോത്രം. നീ എനിക്ക് വേണ്ടി പക്ഷപാതം പിടിക്കുന്ന നമ്മളറിയാം. നമുക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരെ പക്ഷപാതം പിടിച്ച് ഇങ്ങനെയൊക്കെ വിളിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകാറുണ്ട് അല്ലേ. നമ്മുടെ ഒരാളെ പിടിച്ച് വാഴക്കൊല കട്ടതിൻ്റെ പേരിൽ അകത്തിട്ടിരിക്കുകയാണ്. നമ്മൾ വാഴക്കൊല കട്ടതല്ല, പക്ഷെ വാഴക്കൊല അവൻ്റെ തോളയിൽ അറിയാതെ കയറിയതാ എന്നൊക്കെ പറഞ്ഞ് പക്ഷപാതം പിടിച്ച് ഒരു വക്കീലിനെ കൊണ്ട് എന്ന് ജാമ്യത്തിൽ ഇറക്കാറില്ലേ. നമുക്ക് വേണ്ടി സംസാരിക്കുക. നമ്മുടെ മുഖത്തെ, നമ്മുടെ ഹൃദയത്തിലെ നമ്മളെക്കുറിച്ചുള്ള ശത്രുവിട്ടിരിക്കുന്ന എല്ലാവിധമായ അഴുക്കിൻ്റെ ചിന്തകളും നിൽക്കെ കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു, എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങ് കേട്ട് എനിക്ക് വേണ്ടി അങ്ങ് പക്ഷപാതം ചെയ്യുമ്പോൾ, പക്ഷപാതം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടക്കുക തന്നെ ചെയ്യും. അത് നമ്മുടെ കഴിവല്ല, കൃപാസമ്പന്നനായ ദൈവമോ നമ്മളെ മാനിക്കുന്നതാ. ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേക്കാമോ? കർത്താവിനോട് പറയാൻ കഴിയോ? കർത്താവേ, നീ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണമേ, നീ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണമേ, നീ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണമേ, നീ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണമേ. ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ മുമ്പിൽ ആകുലതയേറിയ അനേക വിഷയങ്ങളുണ്ടല്ലോ. അവിടെ പറയണം, കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി പക്ഷപാതം, എൻ്റെ പക്ഷം പിടിച്ചായിരിക്കണമേ, എൻ്റെ പക്ഷം പിടിച്ചായിരിക്കണമേ, എൻ്റെ പക്ഷം പിടിച്ചായിരിക്കണമേ. അങ്ങ് എനിക്ക് വേണ്ടി സ്വർഗത്തോട് സംസാരിക്കുന്നത്. സ്വർഗം നോക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടായിരിക്കാം, സ്വർഗം നോക്കുമ്പോൾ ഞാൻ മലിനപ്പെട്ടവനായിരിക്കാം, സ്വർഗം നോക്കുമ്പോൾ ഞാൻ പാപത്തിലായിരിക്കാം, സ്വർഗം നോക്കുമ്പോൾ ചൊരിഞ്ഞ രക്തത്തെ ഞാൻ മറക്കുന്നവനായിരിക്കാം. എങ്കിലും പിതാവേ, യേശുവിനോട് പറയണം, അപ്പാ, എൻ്റെ പക്ഷം അങ്ങ് പിടിക്കണമേ, എൻ്റെ പക്ഷം അങ്ങ് പിടിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ 1 മിനിറ്റ് ആത്മാവിൽ പ്രാർത്ഥിച്ചേ.
1 മിനിറ്റ് ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. എന്നിട്ട് പറ, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ അപരാധമാകാം, എൻ്റെ പാപമാകാം, എൻ്റെ കുറവുകളാകാം, മധ്യസ്ഥത അണച്ചങ്ങ് പ്രാർത്ഥിച്ചതാകാം. എന്നാൽ ഇന്ന് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഒരു യാചനാ സ്വരത്തിൽ നിന്ന് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി അങ്ങ് പക്ഷം പിടിക്കണമേ, എനിക്ക് വേണ്ടി പക്ഷം പിടിക്കണമേ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. മഹനീയം സഭയോട് കരുണ കാണിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന ജനത്തോട് കരുണ കാണിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥനയിൽ, ഞങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി പക്ഷം പിടിക്കുന്ന, ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ആ വൻകരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പുത്രൻ പക്ഷപാതം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ, കർത്താവേ, അത് അങ്ങയുടെ പുത്രൻ മഹത്വപ്പെടേണ്ടതിന് അങ്ങത് തീർപ്പ് കൽപ്പിച്ച് ഞങ്ങൾക്കത് അനുഗ്രഹമാക്കി തീർക്കുവാൻ പോണതിനായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തി. ഈ ജനത്തിനെ ഓർത്തടിയൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ സകല ബുദ്ധിമുട്ടുകളും അങ്ങ് മാറ്റണമേ, ഇവരുടെ സകല ബുദ്ധിമുട്ടുകളും അങ്ങ് മാറ്റണമേ. ഇവർ പ്രാർത്ഥിച്ച് തളർന്നു പോയ വിഷയത്തിൻ്റെ മേൽ അങ്ങയുടെ പൊൻകരം ഇറങ്ങണമേ, അങ്ങയുടെ ബലമുള്ള കരം ഇറങ്ങണമേ. ഞാൻ ക്ഷീണിച്ചു തളർന്നു, എന്നാൽ നിലംപരിശാകുകയില്ല. അവൻ ചതഞ്ഞ് ഓടയെ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവനാണെങ്കിൽ ഇന്നു മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചായ്ക്കും. കാര്യം, ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം പിടിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് മറുപടി അനുഗ്രഹമാക്കി തീർക്കണം. ഈ ജനത്തെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാണ്.